അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മാൻ്റെ മലബാർ പത്തിരിയുടെ കൂടെയാണ് കേട്ടോ. നിങ്ങൾ ഈ നൈസ് പത്തിരി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അത് നൈസ് ആവണതിൻ്റെ ഉള്ളിലുള്ള കളി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ ജാതി ഇടിയാണ് മാവിന് കിട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇവരിങ്ങനെ എടുക്കും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇടിച്ച് പരത്തിയ മാവിനെ ഇതേപോലെ എടുത്ത് പരത്തി എടുക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കൈകൊണ്ട് പരത്താണ് ചെയ്തിട്ട്. അപ്പോൾ അതിനൊക്കെ പത്തിരി പ്രസ് എന്ന് പറഞ്ഞ ഈ മിഷ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിട്ട് പരത്തിയിട്ട് ഇതേപോലെ നമ്മൾ മാവിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതിൻ്റെ ശേഷം നല്ല തട്ടിക്കൊട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി കുറേ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള നല്ല ചിക്കൻ്റെ ലിവറും പാർട്സും ചിന്നമുട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ ഉച്ചക്കുള്ള നമ്മളെ ലഞ്ചിനുള്ള നല്ല ചെള്ളി കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇതിന് ചെള്ളി എന്ന് പറയുന്നത്. ചെമ്മീനല്ല, നാട്ടിൽ കിട്ടുന്ന ചെള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഉമ്മ മെയിനായതായിട്ടുള്ള പത്തിരി ചട്ടി എടുത്ത് വന്ന് ഇനി നമ്മൾ ചുടാനുള്ള പരിപാടിയിലാണ്. പത്തിരി ചുട്ടെടുക്കാൻ പോവാണ്. പഴയ കാലത്തൊക്കെ മൺചട്ടി, നമ്മൾ ഓട്ടട ചട്ടി എന്നൊക്കെ പറയുന്ന ചട്ടിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ നോൺ സ്റ്റിക്ക് നല്ല പുതിയ പുതിയ ചട്ടികൾ വന്നിട്ടുണ്ട്. എങ്ങനെയായാലും ഓരോ ചട്ടിയിൽ 5, 6 ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടണം കേട്ടോ. പൊങ്ങി കിട്ടിയാലേ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ മലബാർ പത്തിരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. എങ്ങനെയായാലും സ്കൂളിൽ പോകാനുള്ളവരും കോളേജിൽ പോകാനുള്ളവരും, എൻ്റെ അനിയത്തിയൊക്കെ അധ്യാപികയാണ്. അവളൊക്കെ നേരത്തെ തന്നെ അവളെ മക്കളെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിരുന്നു നല്ല സുലൈമാനിയും കൂട്ടിയിട്ട് നല്ല ചിക്കൻ പാർട്സും പത്തിരിയും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്ത് വേണം, സപ്പോർട്ടും വ്യൂസും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. നമ്മളെ മലബാർ പത്തിരിയുടെ വിശേഷങ്ങളെല്ലാവരും പങ്കുവെക്കുക. കഴിച്ചുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ.